എഴുതിക്കോളൂ. അപ്പം 12ാമത്തെ ക്വസ്റ്റ്യൻ വരെ 13ാമത്തെ ക്വസ്റ്റ്യന് എഴുതിക്കോളൂ. 13ാമത്തെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യുവാണ്. ഇപ്പൊ ഈ ചാപ്റ്റർ അങ്ങ് തീർക്കുവാണ്. രണ്ട് കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. എ ഡൈ മീൻസ് ഡൈസ് ആണ്. എ ഡൈസ് ഈസ് ത്രോൺ. A dice is thrown once. Find the probability of getting on a prime number. 2 a natural number lying between 2 and 6. 3 എന്ന് പറയുന്നത് an odd number. നമുക്കറിയാം ഒരു ഡൈസ് എറിയുവാണെങ്കിൽ അവിടെ എത്ര ഔട്ട്കംസ് ഉണ്ട്? 6 ഔട്ട്കംസ് ഉണ്ട്. ശരിയല്ലേ? ഒരു ഡൈ എറിയുവാണെങ്കിൽ 1 വീഴ, 2 വീഴ, 3 വീഴ, 4 വീഴ, 5 വീഴ, 6 വീഴ. 6 ഔട്ട്കംസ് ഉണ്ട്. അതിൽ പ്രൈം നമ്പർ വരാനുള്ള സാധ്യത, പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കണം. ഒരു പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ ആ നമ്പർ കൊണ്ടോ അല്ലെങ്കിൽ എന്താണ് 1 കൊണ്ടോ മാത്രമേ അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള നമ്പറുകളെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നത്? ആ നമ്പർ കൊണ്ടോ അല്ലെങ്കിൽ എന്താ 1 കൊണ്ടോ മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം 2 എടുക്കുവാണെങ്കിൽ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പൊ 2 പ്രൈം നമ്പർ. 3 എടുക്കുവാണെങ്കിൽ 3നെ 3 കൊണ്ടോ അല്ലെങ്കിൽ 3നെ 1 കൊണ്ടോ മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ 4 എടുക്കുവാണെങ്കിലോ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 4നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇത് പ്രൈം നമ്പർ അല്ല. 5 എടുക്കുവാണെങ്കിലോ 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 5നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതുപോലെ 6 എടുക്കുവാണെങ്കിൽ 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 6നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇത് പ്രൈം അല്ല. അപ്പം ആ നമ്പറിനെയും 1നെയും കൊണ്ട് മാത്രമേ അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള നമ്പറുകളെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എടുക്കുന്നത്. 2, 3, 5, 7, 11, 13, 17, 19, 23, എന്താണ് പിന്നെന്താ 29, 31 ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെയാണ് പ്രൈം. 1 മുതൽ 6 വരെയുള്ള പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ 2ഉം 3ഉം 5ഉമാണ്. ശരിയല്ലേ? അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ എന്ത് വരും? പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ എന്ത് വരും? പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം 3 പ്രൈം നമ്പർ ഏതൊക്കെയാ? 2ഉം 3ഉം 5ഉമാണ്. അപ്പൊ മൊത്തം പ്രൈം നമ്പർ 3 ബൈ ടോട്ടൽ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ടോട്ടൽ ഔട്ട്കം 6 കിട്ടുമ്പോൾ 1/2. ഇത് ഒന്നാമത്തെ ആൻസർ. രണ്ടാമത്തെ പി ഓഫ് ഗെറ്റിംഗ് എ നാച്ചുറൽ നമ്പർ ലൈൻ ബിറ്റ്വീൻ 2 and 6. 1, 2, 3, 4, 5, 6 ഇത്ര ഔട്ട്കമേ ഉള്ളൂ. 2നും 6നും ഇടയ്ക്കുള്ള നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് ഇത് 3 എണ്ണോ. അപ്പൊ അവിടെയും പ്രോബിലിറ്റി എത്രയാ? 3/6 തന്നെയാണ്. അപ്പൊ പി ഓഫ് ഗെറ്റിംഗ് എന്താ? ഗെറ്റിംഗ് എ നാച്ചുറൽ നമ്പർ ലൈൻ ബിറ്റ്വീൻ 2 and 6 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 3/6 വരും. കട്ട് ചെയ്യുമ്പോൾ 1/2. ഇനി പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ. മൂന്നാമത്തേത് പി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം 1 തൊട്ട് 6 വരെ 3 ഓഡ് നമ്പറാണ്. 1, 3, 5. അപ്പൊ അതും 3/6 തന്നെയാണ്. കട്ട് ചെയ്യുമ്പോൾ 1/2. ഇത് ഓക്കെ ആണോ? അൽക്ക എന്ന് പറഞ്ഞാൽ അൽക്ക ഓക്കെ ആണോ? അൽക്ക ഈ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? ഞാൻ 2-3 കാര്യം പറയാം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യണം. മസ്റ്റ് ആയിട്ടും റെസ്പോണ്ട് ചെയ്യുക എല്ലാവരും. അൽവിന ഓക്കെ ആണോ? ഡീന് എനോക്കിനെ ഓൾറെഡി പറഞ്ഞു കൊടുത്താണോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഹർഷതയ്ക്ക് ഇത് ഓൾറെഡി പറഞ്ഞു കൊടുത്താണോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ ദേവനന്ദയും ശ്രേയ
ഓക്കെ. ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. 14ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. പെട്ടെന്ന് എഴുതണം. എന്റെ കൂടെ പെട്ടെന്ന് എഴുതി പോകണം. ഈ ചാപ്റ്ററിന് തീർക്കണം. അതിന് വേണ്ടിയാണ്. ഓക്കെ. കാർഡിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ ഒരു കാർഡിന്റെ ഒരു ഇതിട്ടായിരുന്നു. അത് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. കാർഡിനെ പറ്റി പഠിപ്പിക്കാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. കാർഡ് ഓക്കെ. നിങ്ങൾക്ക് ഈ സ്ക്രീൻ ഷെയർ ചെയ്ത സ്ക്രീൻ കാണാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. ഈ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 52 കാർഡുകളാണ് മൊത്തം ഉള്ളത്. 52 കാർഡുകളിൽ 26 ചുമപ്പ് കാർഡുകളും 26 ബ്ലാക്ക് കാർഡുകളും ഉണ്ട്. പേര് പറഞ്ഞു തരാം. കണ്ടോ, ഈ ആദ്യം തന്നെ ഈ ഇരിക്കുന്ന കാർഡിനെ, അതായത് പൂ പോലെ ഇരിക്കുന്ന കാർഡിനെ നമ്മള് ക്ലബ് എന്നാണ് പറയുന്നത്. ക്ലബ്. അതിന്റെ തൊട്ട് താഴെ ഈ ലവ് ചിഹ്നം പോലെ ഇരിക്കുന്ന കാർഡിനെ നമ്മൾ ഹേർട്സ് എന്ന് പറയും. അതിന്റെ തൊട്ട് താഴെ എന്താണ് ഈ ആലില പോലെ ഇരിക്കുന്ന കാർഡിനെ നമ്മൾ സ്പെയ്ഡ് എന്ന് പറയും. അടുത്തത് കണ്ടോ, ഇങ്ങനെ ഒരു റോംബസ് പോലെ ഇരിക്കുന്ന കാർഡിനെ നമ്മൾ ഡയമണ്ട് എന്ന് പറയും. അപ്പൊ 4 ടൈപ്പ് കാർഡാണ് നമ്മുടെ 52 സെറ്റ് ഓഫ് കാർഡിനകത്തുള്ളത്. ഒന്ന് സ്പെയ്ഡ്, ഒന്ന് ക്ലബ്ബ്, ഒന്ന് ഹേർട്ട്, ഒന്ന് ഡയമണ്ട്. അതിൽ സ്പെയ്ഡും ക്ലബും ബ്ലാക്ക് കാർഡുകളും ഹേർട്ടും ഡയമണ്ടും റെഡ് കാർഡുകളുമാണ്. മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ 26 ബ്ലാക്കും 26 റെഡും ഉണ്ടെന്ന് അർത്ഥം. ഓക്കെ. ഇനി സ്പെസിഫിക്കലി ഓരോ കാർഡിലോട്ട് വരാം. നമ്മൾ ആദ്യം എന്താണ് ക്ലബ് എടുക്കുകയാണ്. അങ്ങനെ ക്ലബ് എടുക്കുവാണെങ്കിൽ നോക്കിക്കോളൂ. ആദ്യം ഇപ്പൊ നോക്കി ഈ ഒരു സെറ്റ് ഓഫ് കാർഡ് എടുക്കാം. ഈ ഒരു സെറ്റ് ഓഫ് കാർഡിനകത്ത് നോക്കി നമ്പേർഡ് ആയിട്ടുള്ള കാർഡുകൾ 2, 3, 4, 5, 6, 7, 8, 9, 10 നമ്പേർഡ് ആയിട്ടുള്ള കാർഡ് അത്രയുമാണ്. 2 തൊട്ട് 10 വരെ ഉള്ളൂ. ശ്രദ്ധിച്ചോണം, ഇവിടെ 1 നമ്പർ ഉള്ള കാർഡില്ല. അതിന് പകരം എ എന്ന് പറയുന്ന ഒരു കാർഡാണ് നമ്മൾ എയ്സ് കാർഡ് എന്നാണ് പറയുന്നത്. എയ്സ്. അതേപോലെ തന്നെ പിന്നെ 3 മുഖമുള്ള കാർഡുകൾ എന്ന് ഓർത്താൽ മതി. ഫേസ് കാർഡ്സ് എന്ന് പറയും. അതിലൊന്ന് കിങ്ങിന്റെ മുഖമുള്ള കാർഡ്, ക്യൂവിന് ജാക്ക്, കിങ് ക്യൂവിന് ജാക്ക്, അങ്ങനെ 3 കാർഡ്. അപ്പം ഒരു 13 കാർഡിൽ, അതായത് 13 സ്പെയ്ഡിൽ, അല്ലെങ്കിൽ 13 ക്ലബിൽ, അല്ലെങ്കിൽ 13 ഹേർട്ടിൽ, അല്ലെങ്കിൽ 13 ഡയമണ്ടിൽ 3 ഫേസ് കാർഡുകൾ വെച്ചുണ്ട്. ഓക്കെ ആണല്ലോ. 3 ഫേസ് കാർഡിൽ ഒന്ന് കിങ്ങിന്റെ, ഒന്ന് ക്യൂനിന്റെ, ഒന്ന് ജാക്കിന്റെ. ഓക്കെ. പിന്നെ ഒരു എയ്സ് കാർഡ് ഉണ്ട്, എ എന്ന് പറഞ്ഞ പേരുള്ള കാർഡ്. അപ്പൊ മൊത്തം അങ്ങനെ 13 കാർഡ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിനകത്ത് മൊത്തം ഓർത്തോണം, ഫേസ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 13 കാർഡിൽ 3 ആണെങ്കിൽ മൊത്തം 4 ആയതുകൊണ്ട് 4 × 3 12 ഫേസ് കാർഡ്, മുഖമുള്ള കാർഡുണ്ട് 52 എണ്ണത്തിൽ. അതിൽ 4 ഫേസ് എയ്സ് കാർഡാണ്. എയ്സ് എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന ലെറ്റർ ഉള്ള കാർഡ് 4. ക്ലബിൽ ഒരെണ്ണം, സ്പേഡിൽ ഒരെണ്ണം, ഡയമണ്ടിൽ ഒരെണ്ണം, ഹാർട്ടിൽ ഒരെണ്ണം. ഓക്കെ ആണല്ലോ. പിന്നെ എല്ലാം നമ്പേർഡ് കാർഡ്സ് ആണ്. നമ്പേർഡ് കാർഡ്സ് എന്ന് പറയുമ്പോൾ ഒരു സെറ്റിൽ 9 വെച്ചാണ്, അല്ല സോറി 8, 12 അല്ലേ, 13. ഓക്കെ, 9 വെച്ചുണ്ട്. അതായത് 2 മുതൽ 10 വരെ 9 വെച്ചുണ്ട്. ഓക്കെ ആണല്ലോ. ഇത് മനസ്സിലാകാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ഇത് മനസ്സിലാകാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, പറഞ്ഞു തരാം. ഇത് മനസ്സിലാകാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഓക്കെ. ഓരോരുത്തരോടും ആണ് ചോദിക്കുന്നത്. എല്ലാവരും ഓരോരുത്തർ ഉത്തരം പറയണം. One card is drawn from a well shuffled deck of 52 cards. Find the probability
പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഒന്ന് എ കിങ് ഓഫ് റെഡ് കളർ. ദേവനന്ദ എന്ന് പറഞ്ഞേ, കിങ് ഓഫ് റെഡ് കളർ. റെഡ് കളറിലെ കിങ്ങിനെ കിട്ടാൻ എത്ര പ്രോബബിലിറ്റി ഉണ്ട്? പ്രോബബിലിറ്റി 2/52. കാരണം എന്താ? ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റെഡ് ആയിട്ടുള്ള ഡയമണ്ട് റെഡ് ആണ്, ഹെർട്ട് റെഡ് ആണ്. ഇതിനകത്ത് നോക്കിയാൽ റെഡ് ആയിട്ടുള്ള കെ കണ്ടോ? ഇവിടെ ഒരു കെ, ഇവിടെ കെ, 2 കിങ്ങേ ഉള്ളൂ റെഡ് ആയിട്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇതെന്താ 2/52 ആണോ ദേവനന്ദ? അത് വെട്ടുമ്പോൾ നമുക്ക് 1/26 കിട്ടും. ആണോ ദേവനന്ദ? ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അൽവീന ഉത്തരം തരണം. എ ഫേസ് കാർഡ്. 12/52. നോക്കിയേ, ഫേസ് കാർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ 3 ഇവിടെ 3 ഇവിടെ 3 ഇവിടെ 3 മൊത്തം 12 എണ്ണം. അപ്പം ഫേസ് കാർഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ പി ഓഫ് ഗെറ്റിംഗ് എ ഫേസ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊത്തം 12 ഫേസ് കാർഡ് ആണ് 52 എണ്ണത്തിൽ കട്ട് ചെയ്യുമ്പോൾ 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 6/26, വീണ്ടും 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 3/13. അടുത്തത് മൂന്നാമത്തേത് എ റെഡ് ഫേസ് കാർഡ്. അൽക്ക പറഞ്ഞേ. അൽക്ക റെഡ് ഫേസ് കാർഡ്. ആ കാർഡിന്റെ അകത്ത് നോക്കിയോ, റെഡ് ഫേസ് കാർഡ് എത്ര എണ്ണം ഉണ്ട്? റെഡ് മുഖമുള്ള കാർഡ് ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? അൽക്ക ഇവിടെ ഇല്ലേ? അൽക്ക ഇവിടെ ഉണ്ടോ? അൽക്ക ഇവിടെ ഉണ്ടോ? അൽക്ക കേൾക്കാമോ? പറഞ്ഞോ. പെട്ടെന്ന് പറഞ്ഞോ. ഇവിടെ സമയം കളയാതെ പെട്ടെന്ന് പറയാനേ. റെഡ് ഫേസ് കാർഡ് എത്ര എണ്ണം ഉണ്ട്? നോക്കി, കാർഡ് എടുത്ത് വെച്ച് തന്നിരിക്കുക. അൽക്ക ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, പറഞ്ഞു. അൽക്ക ഇവിടെ ഉണ്ടോ? കേൾക്കാമോ? പറഞ്ഞേ. അൽക്ക, ഞാൻ ചോദിക്കാതിരിക്കുന്നു പ്രതീക്ഷിക്കേണ്ട. ഞാനിത് ഉത്തരം തരാതെ ഇത് ഞാൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോകത്തില്ല. അതുകൊണ്ട് ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറഞ്ഞിരിക്കണം. അൽക്ക കേൾക്കാമോ? ചോദ്യം ഉത്തരം തരാൻ പറ്റുന്നെങ്കിൽ ലെഫ്റ്റ് ആയി പോകോ, കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. ലെഫ്റ്റ് ആയിക്കോ. അല്ലെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണെങ്കിൽ എന്നെ അറിയിക്കുക. ഉത്തരം തരാൻ പറ്റാത്ത ഒറ്റ ഒരാൾക്കാർ ഇതിനകത്ത് ഇരിക്കേണ്ട, ലെഫ്റ്റ് ആയി പോകണം. ഞാൻ പഠിപ്പിക്കുന്നില്ല. ഐരം പറഞ്ഞേ. 6/52. കാരണം എത്ര ഫേസ് കാർഡ്സ് ഉണ്ട് ഇതിനകത്ത്? 3 റെഡ് ഫേസ് കാർഡ്സ് ഉണ്ട്. അപ്പൊ നോക്കിയോ, 6/52. 6/52 കട്ട് ചെയ്യുമ്പോൾ 3/26 എന്നാ വരുന്നത്. ആണോ ആയിരുന്നേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? പ്രോബബിലിറ്റി ഓഫ് ജാക്ക് ഓഫ് ഹേർട്സ്. എനോക്ക് പറഞ്ഞേ. എനോക്കെ. Sir, 1/52. 1/52. ഒറ്റ ഹേർട്ടിൽ ഒറ്റ ജാക്കേ ഉള്ളൂ. 1/52. ഓക്കെ. അഞ്ചാമത്തേത് പറഞ്ഞേ. എ സ്പെയ്ഡ്. അത് എത്രയാ പറഞ്ഞേ? സ്പെയ്ഡ് 13/52. 13/52. കാരണം സ്പെയ്ഡിൽ 13 എണ്ണം ഉണ്ട്. 13/52 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1/4 വരുന്നു. അടുത്തത് ആറാമത്തേത്. ഡീൻ പറഞ്ഞേ. എ ക്വീൻ ഓഫ് ഡയമണ്ട്. 1/52. 1/52. ഡയമണ്ടിൽ ഒരൊറ്റ ക്യൂനേ ഉള്ളൂ. 1/52.
ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഹർഷിതയ്ക്ക് വേണ്ടി തരികയാണ്. ഏഴാമത്തേത്. A red ace card. Ace card. പറഞ്ഞേ ഹർഷിത. ഏതാ? 2/52. ശരിയാ. കാരണം റെഡിൽ രണ്ട് ഏസ് കാർഡ്, രണ്ട് റെഡ് ഒന്ന് ഡയമണ്ടിലും ഒന്ന് ഹേർട്ടിലും ഉള്ളൂ. രണ്ട് റെഡ് ഏസ് കാർഡ്. 2/52. വെരി ഗുഡ്. 1/26. ഗുഡ്. ഓക്കെ. അപ്പൊ ഇത്രമേ ഉള്ളൂ. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. 15ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. 5 cards. 5 cards. 5 cards. 10, Jack, Queen, King, and Ace of Diamond. Ace of Diamond. Ace of Diamond are well shuffled. Well shuffled with their face downwards. Downwards. One card is drawn. One card is drawn. Picked up at random. Picked up at random. One card is picked up at random. Random. ഒന്നാമത്തെ question. What is the probability that the card is queen? What is the probability that the card is queen? നമുക്കറിയാലോ 5 കാർഡ് ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരു 10 എന്ന് പറഞ്ഞ നമ്പറുള്ള കാർഡ്, ഒരു ജാക്ക്, ഒരു ക്വീന്, ഒരു കിങ്, ഒരു ഏസ് ഓഫ് ഡയമണ്ട്. ഇതെല്ലാം ഡയമണ്ടിന്റെ. അങ്ങനെയാണെങ്കിൽ അതെല്ലാം തിരിച്ചു വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരെണ്ണം എടുക്കാൻ പറഞ്ഞു. അത് എടുക്കുമ്പോൾ ക്വീൻ ആകാനുള്ള സാധ്യത എത്രയാ ആൽവീനെ? 1/5. 1/5. വെരി ഗുഡ്. ഇനി അടുത്തത് അതിന്റെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. If the queen is drawn and put aside, what is the probability that the second card picked up, second card is picked up is A എന്ന് പറയുന്നത് ഏസ് ഏസ്, മൂന്നാമത്തേത് ക്വീന്. അപ്പം അൽവിന തന്നെ അതിന്റെ ഉത്തരം പറഞ്ഞു. അൽവിനെ ഇവിടെ എന്തോ പറഞ്ഞിരിക്കുന്നത്? അൽവിന പറഞ്ഞു. അല്ല, ഇതിന്റെ അർത്ഥം എന്തുവാ? ക്വീൻ ഈസ് ഡ്രോൺ ആൻഡ് പുട്ട് അസൈഡ്. അപ്പൊ ഈ 5 കാർഡിനകത്ത് ക്വീൻ എടുത്ത് മാറ്റി ആണോ? അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ കാർഡ് നമ്മൾ എടുക്കാൻ പോവാ. ഒരു ക്വീൻ എടുത്ത് മാറ്റി കഴിഞ്ഞ് രണ്ടാമത്തെ കാർഡ് എടുക്കാൻ മുമ്പ് ഏസ് ആകാനുള്ള പ്രോബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്? 1/4. അതായത് ഒരു കാർഡ് എടുത്ത് 5 കാർഡിൽ നിന്ന് ഒരു കാർഡ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ 4 കാർഡേ ഉള്ളൂ. പിന്നെ പ്രോബിലിറ്റി ഓഫ് ഏസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 ഐസ് ഒരെണ്ണം ഉണ്ട്, ഡിവൈഡ് ബൈ ബാക്കി 4 കാർഡേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അടുത്ത കൂടെ പറഞ്ഞു പ്രോബിലിറ്റി ഓഫ് ക്യൂൻ ആകാനുള്ളത് 0/4. 0/4 ഈസ് ഈക്വൽ ടു 0. കാരണം ക്യൂനെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ആ 5 എണ്ണത്തിൽ പിന്നെ ക്യൂൻ ഇല്ല. അപ്പൊ 0 ഫേവറബിൾ ഡിവൈഡ് ബൈ ടോട്ടൽ ഓഫ് 4, അതായത് 0. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. എ ലോട്ട് ഓഫ് അല്ലല്ലോ, അത് കഴിഞ്ഞാൽ പിന്നെ അതിന് മുമ്പ് വേറെ ഉണ്ടല്ലോ അല്ലേ. 12 ഡിഫക്റ്റീവ് പെൻസ്, 16-ാമത്തേത്. 12 ഡിഫക്റ്റീവ് pens are accidentally mixed with 132 good ones. It is not possible to just look at a pen and tell whether or not it is defective. One pen is taken out at random from this lot. Determine the probability that pen taken out is good one. ഇത് പറയേണ്ടത് ഹർഷിതയാണ്. ഹർഷിത ഇവിടെ ഉണ്ടോ? ഓക്കെ, വായിച്ചിട്ട് എന്താ മനസ്സിലായത്? 12 ഡിഫക്റ്റീവ് പെൻസ് ഉണ്ടായിരുന്നു അല്ലയോ? അത് 132 നല്ല പേനയുമായിട്ട് മിക്സ് ആയി. പെട്ടെന്ന് ഒരു നോട്ടം നോക്കിയിട്ട് നമുക്ക് അതിനെ എടുത്ത് മാറ്റാൻ പറ്റത്തില്ല, എല്ലാം ഒരുപോലെ ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് പെൻ ടേക്കൺ ഔട്ട് ഈസ് ഗുഡ് വൺ ആകാനുള്ള സാധ്യത എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. മൊത്തം 12 ഡിഫക്റ്റീവ് വൺ ഉണ്ട്. അത് എത്ര എണ്ണത്തിനകത്താ? 132 ഗുഡ് വൺസിനകത്ത് ആഡ് ചെയ്തു. അപ്പൊ മൊത്തം എത്രയായി? മൊത്തം ഇപ്പൊ അതിനകത്ത് എത്ര പേനയുണ്ട്? 144 ഉണ്ട്. അതിൽ ഗുഡ് വൺ ആകാനുള്ള പ്രോബിലിറ്റി എത്രയാ? പറഞ്ഞേ. ഹർഷിത പറ, എന്തോ മനസ്സിലാകത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മനസ്സിലാകാത്ത കാര്യം ചോദിക്കുക, അപ്പൊ അതിനനുസരിച്ച് പറഞ്ഞുതരാം. ഇവിടെ ഗുഡ് വൺ ആണ് എടുക്കേണ്ടത്, ആണോ? ഗുഡ് വണ്ണിന്റെ ഫേവറബിൾ ഔട്ട്കം എത്രയാ? എത്രയാ? 132. 132. അപ്പൊ ഫേവറബിൾ ഔട്ട്കം 132. ടോട്ടൽ ഔട്ട്കം എത്രയാ? 144. അപ്പൊ 144 അല്ലേ അതിന്റെ ആൻസർ. അപ്പൊ ഇത് വേണം കട്ട് ചെയ്തോണം. അതായത് രണ്ടും കൊണ്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇത് എത്ര വരും? 132 അല്ലേ? അപ്പം 66 ഇത് വരുമ്പോഴത്തേക്കും 72 വരും. വീണ്ടും 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇത് 33, ഇത് 36 വരും. കട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, 33/36 ആയിരിക്കും ആൻസർ. ബാക്കി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ. ബാക്കി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഉണ്ടോ?
ഡൗട്ട് ഇല്ലാന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നോക്കിക്കോളൂ. 17ാമത്തെ എ ലോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, ഒരു പാത്രത്തിനകത്ത് 20 ബൾബ് എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. എ ലോട്ട് ഓഫ് 20 ബൾബ് contains 4 defective ones. One bulb is drawn at random from the lot. What is the probability that this bulb is defective? ആയിരം പറഞ്ഞായിരുന്നേ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നതായിരുന്നേ? കുറെ 20 ബൾബ് ഉണ്ട്, അതില് 4 ഡിഫക്റ്റീവ് ആണ്. ഒരു ബൾബ് എടുക്കുവാണ്, അങ്ങനെ എടുക്കുവാണെങ്കിൽ അത് ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാ? 4/20. 4/20. വെരി ഗുഡ്. അത്രേ ഉള്ളൂ. 1/5. അതാണ് അതിന്റെ ആൻസർ. അങ്ങനെയാണെങ്കിൽ അടുത്തത് ആയിരം തന്നെയാണ് പറയാൻ പോകുന്നത്. ഇതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സപ്പോസ് ദ ബൾബ് drawn ഇത് 4/20 ആകാൻ കാരണം എന്താണെന്നറിയോ? 20 എണ്ണത്തിൽ 4 എണ്ണം ഡിഫക്റ്റീവ് ആണെന്ന് പറഞ്ഞത്. അപ്പൊ എടുക്കുന്ന ഒരെണ്ണം ഡിഫക്റ്റീവ് ആവാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ 4 ഫേവറബിൾ ഔട്ട്കം 4 ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കം 20. അങ്ങനെയാണ്. സപ്പോസ് ദ ബൾബ് drawn in first question is not defective and is not replaced now one bulb drawn at random from the rest. What is the probability that this bulb is not defective? അതിൽ തന്നെ പറയാമോ? എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയാമോ അതിനെ? നമ്മൾ ഒരു പാത്രത്തിനകത്ത് 20 ബൾബ് ഉണ്ടായിരുന്നു, അതിൽ 4 ഡിഫക്റ്റീവ് ആയിരുന്നു. അപ്പൊ ആദ്യത്തെ എണ്ണത്തിനകത്ത് ഇപ്പം സപ്പോസ് ദ ബൾബ് ഡ്രോൺ ഇൻ ഫസ്റ്റ് ഈസ് നോട്ട് ഡിഫക്റ്റീവ്. അപ്പൊ ഞാൻ ഇതിനകത്തുനിന്ന് എടുത്ത ബൾബ് ഡിഫക്റ്റീവ് അല്ലായിരുന്നു, പക്ഷെ ഞാൻ റീപ്ലേസ് ചെയ്തുമില്ല. അപ്പൊ ഡിഫക്റ്റീവ് അല്ല, റീപ്ലേസ് ചെയ്തു, അല്ലെങ്കിൽ അതിനകത്ത് ബാക്കി എത്ര എണ്ണം കാണും? ഞാൻ ഇതിനകത്ത് ഈ 20 എണ്ണത്തിനകത്തുനിന്ന് 16 20 ഇവിടെ ശ്രദ്ധിച്ചോ. അപ്പൊ ഈ ലോട്ടിനകത്ത് 20 ബൾബ് ഉണ്ടായിരുന്നു. 20 ബൾബ്. അതിൽ 4 എണ്ണം ഡിഫക്റ്റീവ് ആണെങ്കിൽ ബാക്കി 16 എണ്ണം ഗുഡ് വൺ ആണല്ലോ. അപ്പൊ ഞാൻ ആദ്യത്തെ ഇതിനകത്തുനിന്ന് എടുത്തത് ഡിഫക്റ്റീവ് അല്ല, ഡിഫക്റ്റീവ് ആണെന്നുള്ളതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ സപ്പോസ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. സപ്പോസ് ഞാൻ ആദ്യത്തേനകത്ത് എടുത്തത് ഡിഫക്റ്റീവ് അല്ല എങ്കിൽ, അത് റീപ്ലേസ് ചെയ്തുമില്ലെങ്കിൽ, ഇപ്പം അതിനകത്തുനിന്ന് അപ്പൊ ബാക്കി ഒരെണ്ണം എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് ഇനി ഒരു ബൾബ് എടുക്കുവാണെങ്കിൽ അത് ഡിഫക്റ്റീവ് അല്ലാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? അപ്പൊ നോക്കൂ, ഞാൻ ഇതിനകത്തുനിന്ന് ഒരെണ്ണം എടുത്ത് മാറ്റി, അത് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ അത് ഡിഫക്റ്റീവ് അല്ല. ഇപ്പൊ അതിനകത്ത് ഇനി എത്രയേ ഉള്ളൂ? ഇപ്പൊ അതിനകത്ത് ഇനി മൊത്തം 19 ബൾബേ ഉള്ളൂ. ശരിയല്ലേ? അപ്പം അതിൽ 4 ഡിഫക്റ്റീവ് ഉണ്ട്, എടുത്തത് ഡിഫക്റ്റീവ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ 16 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എടുത്തത്, 16 എണ്ണം ഗുഡാ. അപ്പം ബാക്കി ഒരെണ്ണം എടുത്ത് മാറ്റിയിട്ട് റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ പിന്നെ അതിനകത്ത് 15 ഗുഡേ ഉള്ളൂ. ആണോ ആയിരുന്നേ? അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? 15/20. 15/20. എന്താ അടിമേടിക്കും. ഇവിടെ നോക്ക, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരു ലോട്ട് ഈ ലോട്ടിനകത്ത് 20 ബൾബ് ഉണ്ട്. അതിൽ 4 ഡിഫക്റ്റീവും 16 ഗുഡും ആണെന്ന് നമുക്കറിയാം. ഞാൻ ആദ്യത്തെ എക്സ്പെരിമെന്റിൽ
ഒരെണ്ണം എടുത്തപ്പോൾ അത് ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബിലിറ്റി 4/20 ആണ് ആയിരം തന്നെ പറഞ്ഞു, അത് സമ്മതിച്ചു. ഓക്കെ ആണോ വരണേ? Yes, sir. രണ്ടാമത്തെ എക്സ്പെരിമെന്റ് അത് അവർ പറയുന്നത് നമ്മൾ ആദ്യം എടുത്തത് ഡിഫക്റ്റീവ് അല്ല എന്ന് ചിന്തിക്കുക. അപ്പൊ ആദ്യം എടുത്തത് ഡിഫക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ അത് ഇതിനകത്തുനിന്നാണ് എടുക്കുന്നത്, ഈ 4-നകത്തുനിന്നാണോ 16-നകത്തുനിന്നാണോ എടുക്കുന്നത്? 16-നകത്തുനിന്ന്. അപ്പം ഒരെണ്ണം എടുത്ത് മാറ്റി അത് റീപ്ലേസ് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? ഇപ്പൊ അതിനകത്ത് എത്ര എണ്ണമേ ഉള്ളൂ ഗുഡ്? 15. പക്ഷെ ഡിഫക്റ്റീവ് എത്ര എണ്ണം ഉണ്ട്? 4. അപ്പൊ മൊത്തം ഇപ്പൊ എത്ര അതിനകത്തുള്ളൂ? 19. അപ്പം ഇതിൽ ഇനി എന്താണ് നോട്ട് ഡിഫക്റ്റീവ് ആയിട്ടുള്ളതിന്റെ പ്രോബിലിറ്റി എന്താ? 15/90. ആണോ? ഇതാണ് അതിന്റെ ആൻസർ. മനസ്സിലായോ? Yes, sir. ബാക്കിയുള്ള എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാ തുറന്ന് ചോദിക്കുക. ഡൗട്ട് ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ആരും ഒന്നും മിണ്ടുന്നില്ല, അതുകൊണ്ട് തന്നെ അടുത്ത ഹർഷിതയ്ക്ക് ഇത് മനസ്സിലായോ? ഹർഷിത ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. 18ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. A box contain നിങ്ങൾ ക്വസ്റ്റ്യൻ പിന്നെ എഴുതി എടുത്താലും മതി, ആൻസർ എന്ന് എഴുതി എടുത്താൽ അതിനുള്ള സ്പേസ് വിട്ടാലും മതി. A box contain 90 disc എന്നല്ലേ തന്നിരിക്കുന്നത്? 90 discs which are numbered from 1 to 90. If one disc is drawn at random from the box, find the probability that it bears on a two-digit number. അപ്പൊ നമുക്കറിയാം, എപ്പോഴും ആലോചിച്ചോണം, 90 ഡിസ്ക് ആണ്, അതിൽ 1 to 90 വരെ നമ്പർ ചെയ്തിട്ടുണ്ട്. If one disk is drawn at random, find the probability that it bears a two-digit number. നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? നമുക്ക് 1 തൊട്ട് 90 വരെ എത്ര നമ്പർ ഉണ്ടെന്ന് അറിയാമോ? 90 നമ്പേഴ്സ് ഉണ്ട്. 1 തൊട്ട് 90 വരെ 90 നമ്പേഴ്സ് ഉണ്ട്. അതിൽ 2 ഡിജിറ്റ് വരെയുള്ള പ്രോബിലിറ്റി എത്രയായിരിക്കും? നോക്കിയേ, 2 ഡിജിറ്റ് എത്ര എണ്ണം ഉണ്ട്? 1 തൊട്ട് 9 വരെ 9 നമ്പേഴ്സ് മാറ്റി കഴിഞ്ഞാൽ ബാക്കി 2 ഡിജിറ്റ് 81 ഉണ്ട്. ശരിയല്ലേ? 1 മാറ്റി, 2 മാറ്റി, 3 മാറ്റി, 4 മാറ്റി, 5 മാറ്റി, 6 മാറ്റി, 7 മാറ്റി, 8 മാറ്റി, 9 മാറ്റി, ബാക്കി 10 തൊട്ട് 90 വരെയാണ് 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത്. അത് മൊത്തം 81 എണ്ണമാണ്. കാരണം ഇതിനകത്തുനിന്ന് 90 എണ്ണത്തിൽ നിന്ന് 9 എണ്ണം മാറ്റി കഴിഞ്ഞാൽ ബാക്കി 81. അപ്പൊ ഇവിടുത്തെ പ്രോബിലിറ്റി എത്രയായിരിക്കും? 81/90 ആയിരിക്കും. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. 1 തൊട്ട് 90 വരെ 90 നമ്പേഴ്സ് ഉണ്ട്, അതാണ് ടോട്ടൽ ഔട്ട്കം. അതിൽ 2 ഡിജിറ്റ് വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ 1 തൊട്ട് 9 വരെ 1 ഡിജിറ്റ് ആണ്, അത് മാറ്റി കഴിഞ്ഞാൽ 90 9 നമ്പർ മാറ്റിയാൽ ബാക്കി 81. 81/90 ആയിരിക്കും ഒന്നാമത്തെ ആൻസർ. രണ്ടാമത്തെ ആൻസർ എ പെർഫെക്റ്റ് സ്ക്വയർ. അതായത് 1 തൊട്ട് 90 വരെ ഉള്ള പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ ഉണ്ട്, പിന്നെ അല്ല സോറി 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 പിന്നെ 4 പെർഫെക്റ്റ് സ്ക്വയർ ആണ്, പിന്നെ എന്താണ് 9 പെർഫെക്റ്റ് സ്ക്വയർ ആണ്, പിന്നെ 16 പെർഫെക്റ്റ് സ്ക്വയർ ആണ്, പിന്നെ 25 പെർഫെക്റ്റ് സ്ക്വയർ ആണ്, പിന്നെ 36 പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 49 പെർഫെക്റ്റ് സ്ക്വയർ ആണ്, അതേപോലെ തന്നെ 64 പെർഫെക്റ്റ് സ്ക്വയർ ആണ്, അതേപോലെ തന്നെ എത്രയാ 64 81 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. പിന്നെ 10ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 100 വരും, അത് 90 മുകളിൽ പോകും. അപ്പൊ മൊത്തം ഇവിടെ 1 2 3 4 5 6 7 8 9. അപ്പൊ അത് 9 ആണ്.
9/90 ആണ് അവിടുത്തെ പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 9/9. അപ്പോൾ അത് 1/10 എന്ന് വരും. ഇത് കട്ട് ചെയ്യുവാണെങ്കിൽ ഇത് 9/10 എന്ന് ഇത് 9/10 എന്ന് എഴുതാം കേട്ടോ. ഇനി അതിന്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ നമ്പർ ഡിവിസിബിൾ ബൈ 5 ആണ്. അതിന്റെ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എ നമ്പർ ഡിവിസിബിൾ ബൈ 5. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 1 തൊട്ട് 10 വരെ, 10 തൊട്ട് 20 വരെ, അല്ല 10 തൊട്ടല്ല 11 തൊട്ട് എടുക്കുക. 11 തൊട്ട് 20 വരെ, 21 തൊട്ട് 30 വരെ, 31 തൊട്ട് 40 വരെ, 41 തൊട്ട് 50 വരെ, 51 തൊട്ട് 60 വരെ, 61 തൊട്ട് 70 വരെ, 71 തൊട്ട് 80 വരെ, 81 തൊട്ട് 90 വരെ. അല്ലേ? ഇതല്ലേ നമ്മുടെ നമ്പേഴ്സ്. 1 തൊട്ട് 10 വരെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 2 നമ്പറേ ഉള്ളൂ, 5ഉം 10ഉം. അപ്പൊ ഇവിടെ 2. 11 തൊട്ട് 20 വരെ 2 നമ്പേഴ്സേ ഉള്ളൂ, 15ഉം 20ഉം. ഇവിടെയും 2. ഇത് 25ഉം 30ഉം. ഇവിടെയും 2. അങ്ങനെയാണെങ്കിൽ ഇവിടെയും 2, ഇവിടെയും 2, ഇവിടെയും 2, ഇവിടെയും 2, ഇവിടെയും 2, ഇവിടെയും 2. 2, 4, 6, 8, 10, 12, 14, 16, 18. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 18, 1 തൊട്ട് 90 വരെ 18 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഡിവിസിബിൾ 5. അല്ലെങ്കിൽ ഒറ്റ കാര്യം ഓർത്താൽ മതി, 90/5 ചെയ്താൽ മതി. അപ്പൊ 18 കിട്ടും. കണ്ടോ? അപ്പൊ ഈ സ്പെസിഫിക് ക്വസ്റ്റ്യൻ മാത്രമാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര നമ്പർ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എത്ര നമ്പേഴ്സ് ഉണ്ടോ അതേ ഡിവൈഡഡ് ബൈ ആ 5 ചെയ്ത് നോക്കിയാൽ നമുക്ക് 18 കിട്ടും. അപ്പൊ ഇവിടെ നമ്മുടെ പ്രോബബിലിറ്റി എന്തായിരിക്കും അറിയാമോ? 18/90 ആണ്. അത് കട്ട് ചെയ്യുമ്പോൾ 1/5 കിട്ടും. ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. 19ാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ചെയ്യാം. 19ാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോ. 20ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്തോ? ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തോ എന്ന് പറഞ്ഞേ. എല്ലാവരോടും ചോദിക്കാം, ഇതുവരെയുള്ള കാര്യം ചെയ്തോ? അൽക്ക ഓക്കെ ആണോ? അൽക്ക ആണ് സർ. ഓക്കെ. അൽവീന, ഐറിൻ, ഡീനൻ, എനോക്ക്, ഹർഷിത, ദേവനന്ദ, ശ്രേയ. ഓക്കെ. അപ്പൊ നോക്കിയോ, 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. സപ്പോസ് you drop a die at random on the rectangular region in given figure. What is the probability that it will land inside the circle with diameter 1 meter. അതായത് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്, ഇങ്ങനെ ഒരു റെക്ടാങ്കുലർ റീജിയൻ ഉണ്ട്. ഈ റീജിയനകത്ത് നിങ്ങളൊരു എന്തിട്ടു, ഒരു ഡൈ എറിഞ്ഞു. ഡൈ എറിയുവാണെങ്കിൽ ഇതിനകത്ത് 1 മീറ്റർ ഡയമീറ്ററിൽ ഒരു റീജിയൻ ഉണ്ട്, സർക്കുലർ റീജിയൻ. ആ സർക്കിളിനകത്ത് ആ ഡൈ വീഴാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അപ്പൊ ഈ സർക്കിളിനകത്ത് എവിടെ വേണേ വീഴാലോ? ഈ സർക്കിളിന്റെ മൊത്തം ഏരിയ വേണേ വീഴാം, ഇല്ലേ? അപ്പൊ ആ സർക്കിളിന്റെ മൊത്തം ഏരിയ ആണ് നമുക്ക് വേണ്ട ഫേവറബിൾ ഔട്ട്കം. ടോട്ടൽ ഔട്ട്കം ഏതാ? ടോട്ടൽ ഔട്ട്കം അതിന്റെ വെളിയിലുള്ള ഈ റെക്ടാങ്കുലർ റീജിയന്റെ ഏരിയ, അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഏരിയ വെച്ചിട്ടാണ് എഴുതേണ്ടത്. അപ്പൊ നോക്കിയോ, ഇതിന്റെ ഇത് തന്നിട്ടുണ്ട്, ഇതിന്റെ ലെങ്ത് 3ഉം ഇതിന്റെ ബ്രെഡ്ത്ത് 2ഉം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി എന്നറിയാമോ? ഏരിയ ഓഫ് സർക്കിൾ, അവിടെയാണ് നമുക്ക് വേണ്ടത്, അതാണ് ഫേവറബിൾ ഔട്ട്കം, ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് റെക്ടാങ്കിൾ ചെയ്താൽ മതി.
ഏത് ഷേപ്പ് ആണോ തരുന്നത് അതിനനുസരിച്ച് വേണം ചെയ്യാൻ, അല്ല ചുമ്മാ എല്ലാത്തിനും ഇതെടുത്ത് വെക്കരുത്. അപ്പൊ നമുക്കറിയാം ഏരിയ ഓഫ് സർക്കിൾ കണ്ടുപിടിക്കാൻ വേണ്ടി പൈ ആർ സ്ക്വയർ ആണ്, ഏരിയ ഓഫ് റെക്ടാംഗിൾ കണ്ടുപിടിക്കാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ പൈ ഇൻറ്റു റേഡിയസ്, ഇവിടെ നമുക്കറിയാം ഡയമീറ്റർ 1 മീറ്റർ ആണ്, അപ്പൊ റേഡിയസ് 1/2 ആയിരിക്കും അതിന്റെ സ്ക്വയർ, ഡിവൈഡ് ബൈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 3 ഇൻറ്റു 2 ആണ്. അപ്പൊ നമുക്കിവിടെ പൈ ഇൻറ്റു 1/4 എന്ന് കിട്ടുന്നു, താഴെ 6 കിട്ടുന്നു. അതായത് ഇവിടെ π/4 ഹോൾ ഡിവൈഡ് ബൈ 6, റെസിപ്രോക്കൽ എടുക്കുമ്പോൾ π/24. ഇതായിരിക്കും അതിന്റെ പ്രോബ്ലം. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ അതിന്റെ തൊട്ടടുത്ത ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ്. അതായത് നമ്മളിപ്പം ചെയ്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്ക്. എന്നിട്ട് 22ാമത്തെ ക്വസ്റ്റ്യൻ എഴുതുന്നതിന് മുമ്പ് ഈ കൺസെപ്റ്റ് അത് നമ്മൾ പഠിപ്പിക്കാൻ പോവാണ്. പുതിയൊരു കൺസെപ്റ്റ് ആണ്, അതൊന്ന് നോക്കിക്കേ. 21ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു കൺസെപ്റ്റ് നോക്കിക്കേ. അൽവീന ഇവിടെ ഉണ്ടോ? അൽവീന? ഓക്കെ, അപ്പം അൽവീനയുടെ ഒരു ഡൈസ് ഉണ്ട്, എന്റെ കയ്യിൽ ഒരു ഡൈസ് ഉണ്ട്. ഓക്കെ, അതായത് അൽവീനയുടെ കയ്യിലും ഒരു ഡൈസ്, ഏണി ബാബു കളിക്കുന്ന ഒരു കട്ട 1 1 2 1 2 3 ബാക്കിയൊക്കെ ഉണ്ട്. അതേപോലെ എന്റെ കയ്യിലും എന്താണ് ഒരു ഡൈസ് ഉണ്ട്, അത് 1 1 2 1 2 3 അല്ലെ, ഇങ്ങനെയുണ്ട് അല്ലേ. ഞാനും അൽവിനെയും കൂടെ അറ്റ് എ ടൈം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന 2 ഡൈസ് എറിയാണ്. അപ്പം എന്തൊക്കെ ഔട്ട്കംസ് ആയിരിക്കും അവിടെ ഉണ്ടാകാൻ സാധ്യത? അൽവീന ഇട്ടത് 1 വീഴാം, ഞാൻ ഇട്ടത് 1 വീഴാം. അൽവീന ഇട്ടത് 1 വീഴാം, ഞാൻ ഇട്ടത് 2 വീഴാം. അൽവീന ഇട്ടത് 1 വീഴാം, ഞാൻ ഇട്ടത് 3 വീഴാം. അൽവീന ഇട്ടത് 1 വീഴാം, ഞാൻ ഇട്ടത് 4 വീഴാം. അൽവീന ഇട്ടത് 1 വീഴാം, 5 1 6 1 6 വരെ ഉള്ളൂ അല്ലേ. ഇനി വേണമെങ്കിൽ അൽവീന ഇട്ടത് 2 വരാം, ഞാൻ ഇട്ടത് 1 വരാം. 2 2 2 3 2 4 2 5 2 6. ഇനി അൽവിനയുടെ ഡൈസ് 3 വീഴാം, ഞാൻ ഇട്ടത് 1 3 2 3 3 3 4 3 5 3 6. ഇനി അൽവിനയുടെ 4 ആവാം, എന്റെ 1 ആവാം. 4 2 4 3 4 4 4 5 4 6. അൽവിനയുടെ 5 ആവാം, എന്റെ 1 ആവാം. 5 2 5 3 5 4 5 5 5 6. ഇനി അൽവിനയുടെ 6 ഇടാം. 1 6 2 വീഴാം, 6 3 വീഴാം, 6 4 വീഴാം, 6 5 വീഴാം, 6 6 വീഴാം. ഇല്ല, ഇങ്ങനെയാണോ അൽവിന പോസിബിൾ ഔട്ട്കം വരുന്നത്? ആണോ? അതെ. അപ്പൊ മൊത്തം എത്ര ഔട്ട്കം ഉണ്ടെന്ന് എണ്ണിയാണോ? മൊത്തം 36 ഔട്ട്കം വരും. മനസ്സിലായോ? ഒരു ഡൈ അല്ലെങ്കിൽ 2 ഡൈ അറ്റ് എ ടൈം എറിയുവാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം, ഒരു ഡൈ 2 തവണ എറിയുവാണെങ്കിലും 2 ഡൈ ഒരേ സമയം എറിയുവാണെങ്കിലും ഈ സെയിം കണ്ടീഷൻ ആണെന്നുള്ള കാര്യം നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കിക്കോണം. അതായത് ഒരു ഡൈ 2 തവണ എറിയുവാണെങ്കിലും 2 ഡൈ ഒരേ തവണ എറിയുവാണെങ്കിലും സെയിം ഇവന്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പോസിബിൾ ഔട്ട്കം നോക്കിയേ. 1 1 1 വരാം, 1 1 വരാം, അതിങ്ങനെ എഴുതും. 1 2 വരാം, 1 3 വരാം, 1 4 വരാം, 1 5 വരാം, 1 6 വരാം. അതേപോലെ തന്നെ 2 1 വരാം, 2 2 വരാം, 2 3 വരാം, 2 4 വരാം, 2 5 വരാം, 2 6 വരാം. 3 1 വരാം, 3 2 വരാം, 3 3 വരാം, 3 4 വരാം, 3 5 വരാം, 3 6 വരാം. അത് 4 1 വരാം, 4 2 വരാം, 4 3 വരാം, 4 4 വരാം, 4 5 വരാം, 4 6 വരാം. 5 1
5-2, 5-3, 5-4, 5-5, 5-6 വരാം. അതുപോലെ 6-1, 6-2, 6-3, 6-4, 6-5, 6-6 വരാം. ഓക്കെ, ഇത് എപ്പോഴും ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഏതാണെന്നറിയോ, നിങ്ങൾ ആ മറ്റേ 22ാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുന്ന ടേബിൾ, അത് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ ആ ടേബിൾ ഒന്ന് വരച്ചിട്ട് ഇതിന്റെ താഴോട്ട് തന്നെ വരയ്ക്കുകയാണ്. ആ ടേബിൾ വരച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങൾ നോക്കി, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോണം, എല്ലാവരും ശ്രദ്ധിച്ചോണം. ഇവന്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ആ ഇവന്റ് എന്താണെന്നറിയോ, സം ഓൺ 2 ഡൈസ്. അതിന്റെ പ്രോബബിലിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. സം ഓൺ 2 ഡൈസ് 2 തന്നിട്ടുണ്ട്, 3 തന്നിട്ടുണ്ട്, 4 തന്നിട്ടുണ്ട്, 5 തന്നിട്ടുണ്ട്, 6, 7, 8, 9, 10, 11, 12. നോക്കിയേ, 2 ഡൈ വീഴുന്ന സമയത്ത് അതിന്റെ സം 2 ആവാനുള്ള പ്രോബബിലിറ്റി എത്രയായിരിക്കും? ഈ കണ്ടോ, ഇത് ഫസ്റ്റ് 1, സെക്കൻഡ് 1, കണ്ടോ? അപ്പൊ എത്രയാ? അപ്പൊ നമുക്ക് എത്രയേ ഉള്ളൂ? 1ഉം 1ഉം ചേരുമ്പോ കണ്ടോ, അപ്പൊ ഒറ്റ പ്രോബിലിറ്റി ഉള്ളൂ, 1/മൊത്തം 36 ആവും. 2 എണ്ണം കൂട്ടുമ്പോൾ 3 വരാനുള്ള പ്രോബിലിറ്റി നോക്കിയേ, 1ഉം 3ഉം കൂട്ടിയാലും 3 ആണ്, 2ഉം 1ഉം കൂട്ടിയാലും 3 ആണ്. അപ്പൊ അവിടെ ആ ഒരു 2 കേസേ ഉള്ളൂ. അപ്പൊ 2/36, 1/80. 2 എണ്ണം കൂട്ടുമ്പോൾ 4 വരാനുള്ളതോ, 1 + 3 ചെയ്താലും 4 കിട്ടും, 2 + 2 ചെയ്താലും 4 കിട്ടും, 3 + 1 ചെയ്താലും 4 കിട്ടും. അപ്പൊ നമുക്ക് 3/36 എന്ന് വരും. അത് 1/12 എന്നാണ് വരുന്നത്. 2 നമ്പർ കൂട്ടുമ്പോൾ 5 വരാനാണെങ്കിലോ, കണ്ടോ, 4 ഇത് 5 ആണ്, ഇതും 5 ആണ്, ഇതും 5 ആണ്, ഇതും 5 ആണ് ശരിക്കും. അപ്പം 4 ഔട്ട്കം ആണ് വരുന്നത്. അപ്പൊ 4/36 വരും. അപ്പൊ നമുക്ക് 2/18ഉം 1/9ഉം. 6 വരാനുള്ള നോക്കി, ഇത്ര പോസിബിലിറ്റിയാ. 1-5 വരാം, 2-4 വരാം, 3-3 വരാം, 4-2 വരാം, 5-1 വരാം. 1, 2, 3, 4, 5, 5/36. 7 വരാനുള്ള പ്രോബിലിറ്റി ഇവിടെ നോക്കിയാൽ 1, 2, 3, 4, 5, 6 കേസസിൽ സം 7 വരാം. അപ്പൊ എത്രയാ? അപ്പം 6/36, 1/6 എന്ന് വരും. അതുപോലെ 8 നോക്കിയേ, 6 2 നോക്കിയാൽ 8, 5 3 നോക്കിയാൽ 8, 4 4 നോക്കിയാൽ 8, 3 5 നോക്കിയാൽ 8, 6 2 നോക്കിയാൽ 8. അപ്പൊ 1, 2, 3, 4, 5, അതും 5/36 ആണ്. കൂട്ടുമ്പോൾ 9 വരാനുള്ള പ്രോബിലിറ്റി 6 3 കൂട്ടുമ്പോൾ 9, 5 4 കൂട്ടുമ്പോൾ 9, 4 5 കൂട്ടുമ്പോൾ 9, 6 3 കൂട്ടുമ്പോൾ 9. അപ്പൊ നമ്മുടെ 4 ഉള്ളൂ, 4/36 എന്താണ് 1/9 വരും. അതുപോലെ കൂട്ടുമ്പോൾ 10 വരാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ 6 4ഉം 5 5ഉം 6 6 ആണ് അവിടുത്തെ ഔട്ട്കം വരുന്നത്. അപ്പൊ 3/36, 1/12. 11 വരാനുള്ള പ്രോബിലിറ്റി ഇത് 2 എണ്ണം മാത്രമേ ഉള്ളൂ. അപ്പൊ 2/36. 12 വരാനുള്ള പ്രോബിലിറ്റി ഒറ്റ എണ്ണേ ഉള്ളൂ, 1/36. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരേ നമ്പർ വരാനുള്ള പ്രോബിലിറ്റി നോക്കാം. 1 1ഉം 2 2ഉം 3 3ഉം 4 4ഉം 5 5ഉം 6 6ഉം. അപ്പൊ അത് 6/36 വരും. ഇനി കൂട്ടുമ്പോൾ ഓഡ് നമ്പർ വരാനുള്ള പ്രോബിലിറ്റി അങ്ങനെ ചോദിക്കാം. കൂട്ടുമ്പോൾ ഈവൻ നമ്പർ വരാനുള്ള പ്രോബിലിറ്റി അതും ചോദിക്കാം. അങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുവാണെങ്കിൽ ടോട്ടൽ ഔട്ട്കം 36 എന്നുള്ള കാര്യം ആലോചിക്കുക. ഇത് ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവരും വാ തുറന്ന് ചോദിച്ചാലേ പറ്റത്തുള്ളൂ. ക്ലിയർ ആണോ മക്കളെ? ഇത് ഓക്കെ ആണോ? ഓരോരുത്തരോടും ചോദിക്കാം. അൽക്ക ഓക്കെ ആണോ? അൽക്ക ഓക്കെ. അൽവീന, ഐറിൻ, ഡീൻ, എനോക്, ഹർഷിത, ദേവനന്ദ, ശ്രേയ. ഓക്കെ. അപ്പം ഇവിടെ വേറൊരു കാര്യം കൂടെ, നമുക്ക് ഒരു കോയിൻ ഒരു തവണ ടോസ് ചെയ്യുകയാണെങ്കിൽ ഹെഡും ടെയിലും ആണ് ഉണ്ടാകുന്നത്. അപ്പം 2 കോയിൻ ഒരേ സമയം ടോസ് ചെയ്യുകയാണെങ്കിലോ, ഇപ്പം അൽവീനയുടെ ഒരു കോയിൻ ഉണ്ട്, എന്റെ ഒരു കോയിൻ ഉണ്ട്.
അൽവീന കോയിൻ ടോസ് ചെയ്തപ്പം ഹെഡ് വീണു, ഞാൻ ടോസ് ചെയ്തപ്പോൾ ഹെഡ് വീണു. അൽവീന ടോസ് ചെയ്തപ്പം ചിലപ്പം ഹെഡ് വീഴും, ഞാൻ ടോസ് ചെയ്തപ്പോൾ ടെയിൽ വീഴും. അൽവീന ടോസ് ചെയ്തപ്പോൾ ടെയിൽ വീഴാം, ഞാൻ ടോസ് ചെയ്തപ്പോൾ ഹെഡ് വീഴാം. അപ്പൊ അൽവീന ടോസ് ചെയ്തപ്പോൾ ടെയിൽ വീഴാം, ഞാൻ ടോസ് ചെയ്തപ്പോൾ ടെയിൽ വീഴാം. ഈ 4 ഔട്ട്കംസ് അല്ലേ ഉള്ളൂ. എന്നാൽ ഒരു കോയിൻ 3 പ്രാവശ്യം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് 2 കോയിൻ നിങ്ങൾ എന്താണ് അല്ലെങ്കിൽ 3 കോയിൻ എന്താണ് ചെയ്താലോ, അതായത് എങ്ങനെ ആയാലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഡൈസ് നിങ്ങൾ 2 ഡൈസ് അറ്റ് എ ടൈം എറിഞ്ഞാലും കിട്ടുന്ന ഔട്ട്കം 1 1 1 2 1 2 1 3 1 4 അതൊക്കെ തന്നെയാണ്. അതേപോലെ ഒരു ഡൈ 2 തവണ എറിഞ്ഞാലും നിങ്ങൾ അതുപോലെ തന്നെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതേപോലെ തന്നെയാണ് ഇവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഒരു കോയിൻ 3 തവണ ടോസ് ചെയ്തു എന്ന് വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര ഔട്ട്കം ഉണ്ടാവും ചോദിച്ചാൽ 2/3 എന്നാണ് പറയുന്നത്. അതേപോലെ 3 കോയിൻ അറ്റ് എ ടൈം ടോസ് ചെയ്താലും 2/3 8 ഔട്ട്കംസ് ആയിരിക്കും ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് ഒന്ന് പറഞ്ഞുതരാം, ആ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ചെയ്യാം. ഇപ്പൊ നോക്കിയേ, 3 കോയിൻ ഉണ്ടായിരുന്നു, അതായത് ഒരു 1 റുപ്പി കോയിൻ, ഒരു 2 റുപ്പി കോയിൻ, ഒരു 3 റുപ്പി കോയിൻ. ഈ 3 കോയിൻ അറ്റ് എ ടൈം ടോസ് ചെയ്യുവാണ്. അപ്പം എത്ര ഔട്ട്കം വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോയിന് 2 ഔട്ട്കമേ ഉള്ളൂ. അപ്പൊ മൊത്തം 2/3 എന്ന് പറയുമ്പോൾ 8 ഔട്ട്കം വരും. ഇപ്പൊ ഡൈസ് മൊത്തം 6 ഔട്ട്കം ഉണ്ട് ഒരു ഡൈസിന്. അപ്പൊ അത് 2 തവണ എറിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2 ഡൈ എറിയാന്ന് പറഞ്ഞാൽ 6/3 36 അങ്ങനെയാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഔട്ട്കം ഒക്കെ എങ്ങനെ വരും എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞേ, നമുക്ക് നോക്കാം. അതായത് ഒന്നാമത്തെ കോയിൻ എറിഞ്ഞപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇത് ഹെഡ് വീഴാം, ഇതും ഹെഡ് വീഴാം, ഇതും ഹെഡ് വീഴാം. ഓക്കെ, ഇത് ഹെഡ് വീഴാം, ഇത് ഹെഡ് വീഴാം, ഇത് ടെയിൽ വീഴാം, ഇത് ഹെഡ് വീഴാം, ഇത് ടെയിൽ വീഴാം, ഇത് ഹെഡ് വീഴാം, ഇത് ടെയിൽ വീഴാം, ഇത് ഹെഡ് വീഴാം, ഇത് ഹെഡ് വീഴാം. അപ്പൊ 4 ആയുള്ളൂ, 4 കോമ്പിനേഷൻ ആയുള്ളൂ. ഈ 4 കോമ്പിനേഷൻ കൂടെ ഫോം ചെയ്യും അല്ലേ. ഇനി വേണമെങ്കിൽ ഇത് ടെയിൽ വീഴാം, ഇത് ടെയിൽ വീഴാം, ഇത് ഹെഡ് വീഴാം, ഇത് ഹെഡ് വീഴാം, ഇത് ടെയിൽ വീഴാം, ഇത് ടെയിൽ വീഴാം. 6 ഇനി ഇത് ഹെഡ് വീഴാം, അല്ല ഇനി ഇത് ടെയിൽ വീഴാം, ഇത് ഹെഡ് വീഴാം, ഇത് ടെയിൽ വീഴാം, ഇത് ഹെഡ് വീഴാം, ഇത് ടെയിൽ വീഴാം. ഇനിയും ഒരെണ്ണം കൂടെ ഉള്ളൂ, ടെയില് ടെയില് ടെയില്. നോക്കിക്കോണം ഇത് എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കിക്കോണം. ഹെഡ് ഹെഡ് ഹെഡ്, പിന്നെ ഇതങ്ങ് ടെയിലാക്കി, ബാക്കി 2 ഹെഡ് തന്നെ. പിന്നെ ഇതങ്ങ് ടെയിലാക്കി, ഇത് 2 ഹെഡ്. പിന്നെ ഇതങ്ങ് ടെയിലാക്കി, ബാക്കി ഇത് 2 ഹെഡ്. ഓക്കെ, ഇനി ടെയിലിന്റെ കോമ്പിനേഷൻ എടുക്കുകയാണ്. ഇത് ടെയില് ടെയില് ടെയിലാണ്. ഓക്കെ, നേരത്തെ പോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോകണം, നോക്കിക്കോളൂ. ഇപ്പൊ ടെയില്, ഇനിയിപ്പോ ഇതെന്താക്കിയെന്നറിയാം, ഇത് ടെയിലിനെ തന്നെ നിലനിർത്തിയിട്ട് ഈ ഹെഡ് ടെയിലാക്കി, ബാക്കി ഇത് ഹെഡ് തന്നെ. ഓക്കെ ആണല്ലോ. ഇനി ഇത് ഹെഡാക്കി, ഇത് ടെയിലാക്കി, ഇത് ടെയിലാക്കി, പിന്നെ ഇത് ടെയില്, ഇത് ഹെഡ്, ഇത് ടെയില്, ഇത് ടെയില് ടെയില് ടെയില്. ഇത് ഒന്നെങ്കിൽ കാണാതെ പഠിക്കുക, എന്താ ഇതെങ്ങനെയാണ് ഇതിന്റെ ഔട്ട്കം വരുന്നത് എന്നുള്ളത്. എന്നിട്ട് അവർ ചോദിക്കും അറ്റ്ലീസ്റ്റ് 2 ടെയിൽ വരാനുള്ള പ്രോബിലിറ്റി എന്താണ്, അറ്റ്മോസ്റ്റ് 2 ടെയിൽ വരാനുള്ള പ്രോബിലിറ്റി എന്താണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ അത് നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ അത് ചെയ്യാം. നാളെ അതും കൂടെ ചെയ്യാം. നാളെ നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ആദ്യത്തെ 15 മിനിറ്റ് ഇതിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മളിപ്പോ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എത്ര വരെയാണെന്ന് അറിയാമോ? 22 വരെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. 22-ൽ 2 ഹോംവർക്കും തന്നിട്ടുണ്ട്. അതേപോലെ കോയിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം. പിന്നെ ഈ 25 നിങ്ങൾ തന്നെത്താനെ ചെയ്യണേ. 25 നിങ്ങൾ തന്നെത്താനെ ചെയ്യുക. അതേപോലെ തന്നെ 24 തന്നെത്താനെ ചെയ്യുക. 24 25 ഹോംവർക്ക്. 24 25 ഹോംവർക്ക്. അപ്പം അത് ഈ കോയിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു 2-3 ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. എപ്പോഴും ഓർത്തോണം, ഇതിന്റെ ഔട്ട്കം എന്ന് പറയുമ്പോൾ ഹെഡ് 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 വരാം, ഹെഡ് ഹെഡ് ടെയിൽ വരാം, ഹെഡ് ടെയില് ഹെഡ് വരാം, ടെയില് ഹെഡ് ഹെഡ് വരാം. ഓക്കെ, ഇനി അടുത്തത് ടെയില് ടെയില് ഹെഡ് വരാം, ടെയില് ഹെഡ് ടെയിൽ വരാം, ഹെഡ് ടെയില് ടെയിൽ വരാം, ടെയില് ടെയില് ടെയിൽ വരാം. കേട്ടോ, അങ്ങനെ 4 8 ഔട്ട്കംസ് ആണ് വരുന്നത്. ഇതൊന്നെങ്കിൽ ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്ക്, ഇത് ഉറപ്പായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കും. ഇവിടെ അറ്റ്ലീസ്റ്റ് 2 ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി എവിടേക്കാന്ന് പറയാൻ പറ്റുമോ ദേവാനന്ദയ്ക്ക്? സർ ഒന്നുകൂടെ പറയാമോ ക്വസ്റ്റ്യൻ? അറ്റ്ലീസ്റ്റ് 2 ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി നോക്കിയേ, ഇതിനകത്ത് അറ്റ്ലീസ്റ്റ് 2 ഹെഡ് ഇല്ലേ സർ? 3/8 ആണ്. 3/8 ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, 4/8 ആണ്. കാരണം
ഈ 3 എണ്ണം വന്നാലും അതിനകത്ത് അറ്റ്ലീസ്റ്റ് 2 ഇല്ലേ? യെസ് യെസ്. ആണോ? ആണ്. അപ്പൊ അത് 4/8 ആ. എന്നാൽ വേറൊരു കാര്യം ചോദിക്കാം, അറ്റ്മോസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതേ എന്താ പറയുക, അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, 2 എണ്ണമേ വരാവൂ എങ്കിൽ 1, 2, 3 ഔട്ട്കം ഉള്ളത് 3/8 ആണ്. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ. ഇനിയും അതേപോലെ തന്നെ എന്താണ്, അറ്റ്ലീസ്റ്റ് വൺ ടെയിൽ എങ്കിലും വരാൻ പറ്റുന്ന പ്രോബിലിറ്റി എത്ര? അതേ ഒന്ന് തന്നെ പറഞ്ഞേ. 5/8. ഇത് വരാം, ഇത് വരാം, ഇത് വരാം, ഇത് വരാം, ഇത് വരാം, ഇത് വരാം, ഇത് വരാം. അറ്റ്ലീസ്റ്റ് വൺ ടെയിൽ അല്ലേ? അപ്പൊ അറ്റ്ലീസ്റ്റ് വൺ ടെയിൽ ഇത് വരാം, ഇത് വരാം, ഇത് വരാം. അതിനകത്തെല്ലാം വണ്ണേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് വേണമെങ്കിലും ഉണ്ട്. 3 ഇതിനകത്തെല്ലാം അറ്റ്ലീസ്റ്റ് വേണമെങ്കിലും ഉണ്ട്. അപ്പൊ മൊത്തം 7/8 ആണോ? ഇനി അറ്റ്ലീസ്റ്റ് 2 ടെയിൽ വരാനുള്ള ഇതിനകത്തോ? അത് 4/8 ആണ്. കാരണം അത് ഇത് 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 അതിനകത്തല്ല അറ്റ്ലീസ്റ്റ് 2 ടെയിൽ ഉണ്ട്. മനസ്സിലായോ കുഞ്ഞുങ്ങളെ? എല്ലാവർക്കും മനസ്സിലായോ? ചാപ്റ്റർ ഇത്രമേ ഉള്ളൂ. നമുക്ക് ഈ ഹെഡും ടെയിലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഒരു 3-4 ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചെയ്യിപ്പിക്കാം. ബാക്കി നിങ്ങൾ ആ 23, 24, 25 അങ്ങ് ഹോംവർക്ക് ചെയ്തോ. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അത് നിങ്ങൾ ഹോംവർക്ക് ചെയ്ത് നാളത്തെ ക്ലാസ്സിലുണ്ട് എനിക്ക് അയക്കണം. നാളെ ഓൺലൈൻ മാത്സ് തന്നെയാണ്, പുതിയൊരു ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കട്ടെ, ഈ ഹെഡും ടെയിലുമായിട്ട് ബന്ധപ്പെട്ട് 2-3 ക്വസ്റ്റ്യൻ കൂടെ, അല്ലെ 1-2 ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ അങ്ങനെ നിൽക്കട്ടെ. ഇതെന്തെങ്കിലും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിച്ചോ, അല്ലെങ്കിൽ ലെഫ്റ്റ് ആയിക്കോ. Thank you, sir.